സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെ നയം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ അതിൽ പോയ സർക്കാർ, ഇടത് സർക്കാർ കരാറിൽ ഒപ്പിട്ടുണ്ട്. ഇനി അത് റദ്ദാക്കുമോ, തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെയാണ് ചോദ്യം. ഏതായാലും ഇന്നും വിദ്യാഭ്യാസ മന്ത്രിയോട് നമ്മൾ ചോദിച്ചപ്പോൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ്. UDF നയപരമായി തീരുമാനിക്കേണ്ട വിഷയമാണ്. ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും നമ്മൾ പോകുന്നത് റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. PM ശ്രീയിൽ കുരുങ്ങി കിടക്കുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ പഠനം. അതാകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ട് മുടങ്ങിയതിനാൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള പഠന സാമഗ്രികൾ ലഭിക്കുന്നില്ല. ഹിയറിംഗ് എയ്ഡുകൾ, വീൽ ചെയറുകൾ, പഠന സാമഗ്രികൾ എന്നിവ മുടങ്ങിയിരിക്കുന്നു. അപേക്ഷ നൽകി 1 വർഷം പിന്നിട്ടിട്ടും പലർക്കും ഉപകരണങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ്. 1500 കോടി രൂപയാണ് SSK ഫണ്ടിനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത്. വർഷത്തിൽ ഒരിക്കൽ എങ്ങാണ് എന്തെങ്കിലും ഒരു ക്യാമ്പ് 2 ദിവസത്തേക്ക് എങ്ങനെ സംഘടിപ്പിച്ചാലായി. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇതൊട്ട് സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാത്തതെന്നാണ്. പക്ഷെ ഇത് തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെപ്പോലുള്ള. ഹിയറിംഗ് എയ്ഡ് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തതാണ്, അപേക്ഷിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്പെക്സ് അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. വീൽ ചെയറൊക്കെ ഉണ്ട്. ഇല്ല, വീൽ ചെയറിൻ്റെ ആവശ്യം എൻ്റെ മോനില്ല. പക്ഷേ ആവശ്യമുള്ള ഒരുപാട് കുട്ടികൾ എൻ്റെ അറിവിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട അവകാശങ്ങളാണ്, കരുണയല്ല വേണ്ടത്. അവരുടെ അവകാശങ്ങൾ അത് അവർക്ക് കിട്ടണം, അതേ ഉള്ളൂ. അല്ലാതെ PMC ഒക്കെ അത് അവരുടെ ചർച്ച നടക്കട്ടെ, സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അല്ലാതെ തോന്നുമ്പോൾ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അവർ തരുന്നോന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ വർഷം കൊടുത്തവർക്ക് ഇപ്പം കിട്ടുന്നുണ്ട്, കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും നാൾ അവർക്കത് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഹരിമോഹനാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഹരി, ഇതിന്റെ ഒരു ഇമോഷണൽ വശം അല്ലെങ്കിൽ ഒരു പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞത് തന്നെയാണ് കാര്യം. PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, നയവും നയവ്യതിയാനവും നയപരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും ഈ രീതിയിലുള്ള സഹായം കിട്ടാതെ ദുരിതം അനുഭവിക്കുകയാണ്. 1ഉം 2ഉമല്ല, 1500 കോടി രൂപയാണ് കിട്ടാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഈ അക്കാദമിക് വർഷത്തെ തുകയടക്കം ആകെ വരുന്നത് 1500 കോടി രൂപ. അത്രയും തുകയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് കാരണം വളരെ വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ് ഇപ്പോൾ. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുപോലെയുള്ള കുടുംബങ്ങൾ. അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സാമഗ്രികൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഹിയറിംഗ് എയ്ഡുകൾ, കണ്ണടകൾ പോലെയുള്ള അവ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ ഭീമമായിട്ടുള്ള തുകയാണ് അതിന് നൽകേണ്ടി വരിക. പക്ഷേ ഈ തുക അനുവദിക്കാത്തത് കൊണ്ട്, അതായത് ഈ 1500 കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അത് വാങ്ങുകയല്ല മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. അതായത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒപ്പിട്ടിട്ടുള്ള കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തെ അറിയിക്കുകയും പിന്നീട് തുടർ നടപടികളൊന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ SSK ഫണ്ട് പോലും അനുവദിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയം ഇന്നിപ്പോൾ രാവിലെയോടുകൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അത് UDF നേതൃത്വവുമായി അല്ലെങ്കിൽ UDF-ൽ ഈ വിഷയം ചർച്ച ചെയ്യും, അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് കൃത്യമായി ഏത് തരത്തിലാണ് ഇനിയുള്ള നയപരിപാടികൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ള പദ്ധതികൾ, PM ശ്രീ അടക്കമുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതേവരെ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം ഇനിയിപ്പോൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. കാരണം അങ്ങനെ അതൊരു നയപരമായ പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ ഒരു വിലയിരുത്തൽ. കാരണം മുൻപ് പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള കോലാഹലമായിരുന്നു PM ശ്രീയുടെയൊക്കെ പേരിൽ പ്രതിപക്ഷം ഉയർത്തിയത്. അപ്പോൾ ഭരണത്തിലേറി കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ മുന്നണിയിലാണ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത്. അതിൽ തീരുമാനമാകാതെ ഈ ഫണ്ട് കേന്ദ്രം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും PM ശ്രീയിൽ നയപരമായ കാര്യങ്ങൾ UDF സർക്കാർ സ്വീകരിക്കും. പക്ഷേ SSK ഫണ്ട് മുടങ്ങുന്നത് മൂലം ഇത്തരത്തിലുള്ള ഭിന്നശേഷി കുട്ടികളൊക്കെ വലിയ ദുരിതത്തിലാണ് നടക്കുന്നത്. ഈ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കിട്ടാതാകുമ്പോൾ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതാണ് പല അമ്മമാരും അവരുടെ ദുരവസ്ഥ റിപ്പോർട്ടിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്താണ് UDF സർക്കാർ ഇനി അക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്, കേന്ദ്ര സർക്കാരിന് നടപടികൾ എന്തൊക്കെയാകും, നമുക്ക് കാത്തിരുന്ന് കാണാം.